എൻ കൽബിലുള്ളൊരു പെണ്ണാണ് മൊഞ്ചുള്ള മുഖമുള്ള സുഹറ, എൻ കിനാവിലുള്ളൊരു പെണ്ണാണ് കരിമഷിക്കണ്ണുള്ള സുഹറ. ഈ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? വൺ വേ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ ഒരു പാട്ടാണ്. ഈ പാട്ടിൽ നമ്മുടെ പൃഥ്വിരാജ് ഭാമയൊക്കെ കൂടി അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഈ സിനിമയിലെ പാട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ പാട്ട് എഴുതിയതാരാണെന്നറിയാമോ? ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു രഹസ്യമാണ്. അത് ഒന്ന് പരസ്യമാക്കുകയാണ് ഞാൻ. ആ പരസ്യം എന്തെന്ന് വെച്ചാൽ, ഈ പാട്ട് എഴുതിയത് നമ്മുടെ കാവ്യമാധവനാണ്. കേൾക്കുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും, എന്ത് കാവ്യമാധവനോ? വൺ വേ ടിക്കറ്റ് എന്ന് പറഞ്ഞ 2008 ഇറങ്ങിയ ഈ സിനിമയ്ക്ക് ഈ പാട്ട് എഴുതിയത് കാവ്യമാധവനോ? ചുമ്മാ വെറുതെ പുളു അടിക്കാനോടോ എന്ന് ചിലർ ചിന്തിച്ചിരിക്കാം, ചോദിച്ചിരിക്കാം. പക്ഷെ സത്യമാണ്. 2008 വൺ വേ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഈ സിനിമയിലെ പാട്ട് എൻ കൽബിൽ ഉള്ളൊരു പെണ്ണാണ് മൊഞ്ചുള്ള മുഖമുള്ള സുഹറ എന്ന് തുടങ്ങുന്ന ഈ വരി, ഈ പാട്ട് എഴുതിയത് കാവ്യമാധവനാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, കാവ്യമാധവൻ ചെറുതായിട്ട് ഇങ്ങനെ കുത്തിക്കുറുക്കുകയും പാട്ട് ഇങ്ങനെ എഴുതി കൂട്ടിയൊക്കെ വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വരികളൊക്കെ ഇങ്ങനെ എഴുതി കൂട്ടി വെച്ചിരുന്നു. അതൊരു ആൽബം സോങ് ആയിട്ട് പുറത്തിറക്കണമെന്നായിരുന്നു കാവ്യമാധവന്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ ഇരിക്കാനാണ് ഈ വിപിൻ പ്രഭാകറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കാവ്യമാധവനായിട്ട് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാവ്യമാധവൻ എഴുതിയ വരികൾ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് മേടിച്ചു. എന്നിട്ട് സംഗീതജ്ഞനായിട്ടുള്ള, നമ്മുടെ സംഗീതം കൊടുത്ത, ഈ സിനിമയിൽ സംഗീതം പകർന്ന രാഹുൽ രാജിന് കൊടുത്തു. അപ്പൊ രാഹുൽ രാജ് പറഞ്ഞു, എന്തായാലും ഈ സിനിമയിൽ ഒരു മാപ്പിളം സോങ് നമുക്ക് വേണം, അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു. അവർ ഉറപ്പിച്ചു. അങ്ങനെ സംഗീതമിട്ടു, ട്യൂണിട്ടു, പാടി കഴിഞ്ഞപ്പോൾ അടിപൊളിയായി. പാടിയത് വിധു പ്രതാപാണ് ഈ ഗാനം പാടിയത്. പിന്നെ ഈ പാട്ടിന്റെ റിമിക്സും കൂടി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴെന്നല്ല, അന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ കാലത്ത് യൂട്യൂബിലൊക്കെ നോക്കി സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ ആ പാട്ടാണ് നമ്മൾ ഒന്ന് പാടി നോക്കുകയാണ്, ആ വരികളൊന്ന് നോക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. കാവ്യമാധവൻ എഴുതിയ എൻ കൽബിൽ ഉള്ളൊരു പെണ്ണാണ് മൊഞ്ചുള്ള മുഖമുള്ള സുഹറ, അതാണ് നമ്മൾ ഇന്ന് പാടും. ചിലപ്പോൾ പാടുമ്പോൾ ഇത്തിരി തെറ്റും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പൊ നോക്കാം നമുക്ക്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ സിനിമയിൽ ഉണ്ടല്ല, ഗസ്റ്റ് റോളിൽ നമ്മുടെ മമ്മൂക്ക കടന്നു വരുന്നുണ്ട്. ഈ സിനിമയിലെ നായകൻ പൃഥ്വിരാജ് നല്ലൊരു കട്ട മമ്മൂട്ടി ഫാനാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞ ജീവനായിട്ടുള്ള ഒരു മനുഷ്യനാണ് പൃഥ്വിരാജ്. ഈ സിനിമ കണ്ടവർക്കത് മനസ്സിലാവും. കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്ക്, മൊബൈലിൽ തന്നെ കാണാലോ, കണ്ടു നോക്കൂ. അപ്പൊ പാട്ട് നോക്കാം. എൻ കൽബിൽ ഉള്ളൊരു പെണ്ണാണ് മൊഞ്ചുള്ള മുഖമുള്ള സുഹറ, എൻ കിനാവിലുള്ളൊരു പെണ്ണാണ് കരിമഷിക്കണ്ണുള്ള സുഹറ, തരിവളയിട്ട കയ്യാൽ ഒപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, തരിവളയിട്ട കയ്യാൽ ഒപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, അവൾ നാണമുള്ളൊരു പെണ്ണ്, നാണമുള്ളൊരു പെണ്ണ് സുഹറ. അങ്ങനെ പോകുന്ന വരികളാണ്. അപ്പൊ ഈ വരികളിലെ പ്രത്യേകമായിട്ടുള്ള അലങ്കാരമോ വൃത്തമോ ഒന്നുമില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്, മാപ്പിള സോങ്. അതായത് മാപ്പിള പാട്ട് നമ്മൾ ഈ വിവാഹത്തിനൊക്കെ നിക്കാഹിനൊക്കെ പാടുന്ന ഒരു പാട്ടാണ്. എൻ കൽബിൽ ഉള്ളൊരു പെണ്ണാണ്, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ നെഞ്ചിനകത്ത്, എൻ്റെ മനസ്സിലുള്ള ഒരു പെണ്ണാണ് മൊഞ്ചുള്ള മുഖമുള്ള സുഹറ. മൊഞ്ചെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള എൻ്റെ സുഹറ. എൻ കിനാവിലുള്ള പെണ്ണാണ്, അതായത് എൻ്റെ മനസ്സിലെ, എൻ്റെ സ്വപ്നത്തിൽ, കിനാവ് എന്ന് പറഞ്ഞ സ്വപ്നത്തിലുള്ള പെണ്ണാണ് കരിമഷി കണ്ണുള്ള സുഹറ. സുഹറേനെ ഇങ്ങനെ ആ സുഹറയുടെ സൗന്ദര്യത്തിനെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. കരിമഷി കണ്ണാണ് സുഹറയ്ക്ക്. അപ്പൊ കരിമഷി കണ്ണുള്ള സുഹറ. അതുപോലെ തന്നെ തരിവള ഇട്ട കയ്യാൽ, തരിവള എന്ന് പറഞ്ഞാൽ നല്ല നനുത്ത വളകൾ, കുപ്പിവളകളുമായിട്ട് നമുക്ക് കൂട്ടാം. തരിവള ഇങ്ങനെ കൊഞ്ചുന്ന വളകൾ, കിലുങ്ങുന്ന വളകൾ ഇട്ട കയ്യാൽ ഒപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, നാണമുള്ളൊരു പെണ്ണ്. ഒരു നാണക്കാരിയാണ് നമ്മുടെ സുഹറ. പിന്നുള്ള വരികൾ നോക്കുകയാണെങ്കിൽ, സുഹറ എൻ കന്നി പെൺതരി, ആഹ ആഹ സുഹറ എൻ തിങ്കൾ പൂങ്കിളി, ആഹ ആഹ സുഹറ. അങ്ങനെ കോറസ് ആയിട്ട് പാടി പോകുന്ന വരികളാണ്. പിന്നുള്ള കൃത്യമായിട്ടുള്ള വരികളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ വരികൾ ഇങ്ങനെയാണ്. കിളിവാതിൽ പാളിയിലൂടെ കണ്ണുകൾ നിന്നെ തിരഞ്ഞിടുമ്പോൾ ഒളി കണ്ണാൽ നീ എൻ കണ്ണിന് മുത്തം തന്നില്ലേ. അത് തന്നെ 2 പ്രാവശ്യം പാടുന്നുണ്ട്. കിളിവാതിൽ പാളിയിലൂടെ കണ്ണുകൾ നിന്നെ തിരഞ്ഞിടുമ്പോൾ ഒളി കണ്ണാൽ നീ എൻ കണ്ണിന് മുത്തം തന്നില്ലേ, നീ അത് എറിഞ്ഞു തന്നില്ലേ. നീലാകാശത്ത് നിറമഴ പെയ്യുമ്പോൾ നീ എൻ്റെ ചാരത്ത് വേണം, നറുമുല്ലച്ചിരിയേന്തി പൂന്തിങ്കൾ പെൺമണിയെ
സ്നേഹമായി നീ നിറയേണം. മഴത്തുള്ളി വീരിച്ചുള്ള പച്ചപ്പുല്ലിൻ മെത്ത കൊണ്ടൊരു മണിയറ തീർക്കാം ഞാൻ, നമുക്കായി മണിയറ തീർക്കാം ഞാൻ. അങ്ങനെ പോകുന്ന വരികളാണ്. ആ വരികളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, കിളിവാതിൻ പാളിയിലൂടെ കണ്ണുകൾ നിന്നെ തിരഞ്ഞിടുമ്പോൾ ഒളി കണ്ണാൽ നീയൻ കണ്ണിന് മുത്തം തന്നില്ലേ. അതായത് സുഹറേനെ ഇങ്ങനെ നോക്കുകയാണ്. കിളിവാതിലിന്റെ ചെറിയ മറവിലൂടെ, പാളിയുടെ ആ ചെറിയ വിടവിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ, നീ എൻ്റെ കണ്ണിന് നോക്കിയിട്ട് ഒളി കണ്ണാൽ നീ എനിക്ക് മുത്തം തന്നില്ലേ എന്ന് എഴുതി ചേർത്തിരിക്കുന്നു കാവ്യമാധവൻ. അതുപോലെ തന്നെ, നീലാകാശത്ത് നിറമഴ പെയ്യുമ്പോൾ നീയൻ ചാരത്ത് വേണം, നാറു മുല്ലച്ചിരിയേന്തി പൂന്തിങ്കൾ പെൺമണിയെ സ്നേഹമായി നീ നിറയണം. ഇതൊക്കെ ഒരു മനസ്സിൻ്റെ അകത്തുള്ള ഒരു ഭാവനയായിട്ടത്. നീലാകാശത്ത് നിറമഴകൾ ഇങ്ങനെ ചൊരിഞ്ഞു പെയ്യുമ്പോൾ നീ എൻ്റെ അരികിൽ തന്നെ വേണം, ആ മഴ കണ്ടിരിക്കാൻ നീ എൻ്റെ ഒപ്പം വേണം. നറുമുല്ല ചിരിയേന്തി പൂന്തിങ്കൾ പെൺമണിയെ. നറുമുല്ല എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ, മുല്ലകളിൽ വിരിഞ്ഞു കഴിയുമ്പോൾ നറുമുല്ലയാണ്, നല്ല സുഗന്ധമായിട്ട്, നല്ല തെളിമയായിട്ട്, നല്ല ശോഭയായിട്ട്, നല്ല പോലെ വെണ്മ പരത്തുന്ന ആ ചിരി പോലെ പൂന്തിങ്കൾ പെൺമണിയെ സ്നേഹമായി നീ നിറയണം. പൂന്തിങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലാവും കൂടി വിരിഞ്ഞു നിൽക്കുമ്പോൾ എത്ര ഭംഗിയായിരിക്കും. അതുപോലെ അതൊരു സ്നേഹത്തിന്റെ വെട്ടം പോലെ എന്നിലേക്ക് നിറയണം എന്നാണ് ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. പിന്നുള്ള വരി, മഴത്തുള്ളി വീരിച്ചുള്ള പച്ചപ്പുല്ലിൻ മെത്ത കൊണ്ടൊരു മണിയറ തീർക്കാം ഞാൻ, നമുക്കായി മണിയറ തീർക്കാം ഞാൻ. അതായത് മഴത്തുള്ളി വിരിച്ചുള്ള, അതായത് നിലാവ് കണ്ട് കിടക്കുകയാണല്ലോ. നിലാവ് കണ്ട് കിടക്കുമ്പോൾ അതായത് നല്ല നനുത്ത കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളികളെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്ന പച്ചപ്പുല്ലിൻ മെത്തയിൽ ഇങ്ങനെ നിവർന്ന് കിടന്ന് നിലാവ് കാണാം എന്നും കൂടിയാണ് ഈ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. എൻ കൽബിൽ ഉള്ളൊരു പെണ്ണാണ് മൊഞ്ചുള്ള മുഖമുള്ള സുഹറ, എൻ കിനാവിലുള്ളൊരു പെണ്ണാണ് കരിമഷിക്കണ്ണുള്ള സുഹറ, തരിവളയിട്ട കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, തരിവളയിട്ട കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, അവൾ നാണമുള്ളൊരു പെണ്ണ്. ഇതാണ് നമ്മുടെ കാവ്യമാധവൻ എഴുതിയ പാട്ട്. അപ്പൊ എങ്ങനെയുണ്ട് പാട്ട്? കൊള്ളാമോ? ഒരു എന്താ പറയാ, ആ കാലത്ത് ഈ പാട്ട് നല്ലതുപോലെ കാസറ്റുകളിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എല്ലാവരും കേൾക്കുകയും വിവാഹം നടക്കുന്ന വേദികളിലൊക്കെ വെക്കൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അടിപൊളിയാണ്. ബസ്സിലൊക്കെ അങ്ങനെ തിരക്ക് പിടിച്ച് ബസ്സിലൊക്കെ തൂങ്ങി പിടിച്ച് നിന്ന് പോകുമ്പോൾ ഈ പാട്ടൊക്കെ ഇടക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. അടിപൊളിയാണ്, സംഭവം ബെസ്റ്റാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കാവ്യമാധവൻ ആദ്യമായിട്ട് എഴുതി അങ്ങനെ വെള്ളിത്തിരയിൽ വിധു പ്രതാപ് പാടി അടിപൊളിയാക്കിയ പാട്ട്. എൻ കൽബിൽ ഉള്ളൊരു പെണ്ണ് ആണ് ഏത്? സുഹറ, ആ ഒരു പാട്ട്. അപ്പൊ ഇനിയും കാവ്യമാധവൻ എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.